എന്നെ കുറ്റം പറയാനല്ലേ അറിയുള്ളൂ. പിന്നെ അവനവന്റെ മക്കളുടെ കുറ്റമല്ലേ പറയണ്ട, വല്ലവരും പറയാൻ പറ്റുമോ? അച്ഛൻ ഞാനവിടെ പോയിട്ട് ഇത്ര നാളായി, ഇവിടെ വന്നിട്ട് എത്ര ദിവസം നിന്നിട്ടുണ്ട്? ഞാനവിടെ പോയി നിൽക്കല, ചേട്ടൻ ഇവിടെ വന്ന് നമ്മുടെ ഇവിടെ നിൽക്കുന്നതല്ല. ഇവിടെ ഇവനും അച്ഛനും അമ്മയും മാത്രമല്ലേ ഉള്ളു. ഈ കൊച്ചിനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പോകും. അത് അവിടെ നോക്കാൻ ആരും ഇല്ലാത്തപ്പ എന്നെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട. ഈ ഇവിടുന്ന് 2 സ്റ്റോപ്പ് അപ്പുറത്തല്ലേ ഞാൻ താമസിച്ചത്. എന്നെ കണി കാണാൻ കിട്ടാറുണ്ടോ നിങ്ങൾക്ക്? വിടൂല. പറമ്പ് ആ പണി ഈ പണി എന്ന് പറഞ്ഞ് നിൽക്കും. വന്നാൽ അപ്പം പറയും പോണെന്ന്. അച്ഛനോട് ഇത്തിരി നേരം സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പം പറയണത് കാരണന്മാരല്ലേ. എൻ്റെ അച്ഛന് വലിയ ബോധം വരുമല്ലോ. അപ്പം എൻ്റെ അച്ഛൻ്റെ സംസാരമൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ വിരുന്നുകാരാണ്. ജനിക്കണ ഒരു സ്ഥലത്ത് ജീവിക്കണ ഒരു സ്ഥലത്ത് ചാവുമ്പോൾ അറിയാം എവിടെ കിടക്കും എന്ത് കിടക്കുന്നു. അങ്ങനൊന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല. നീ വലിയ വർത്താനമൊന്നും പറയണ്ട. ഞാൻ ഇറങ്ങിപ്പോയപ്പോൾ തന്നെ എൻ്റെ മുറി അങ്ങ് തീരെ എഴുതി നീ കളഞ്ഞല്ല. അപ്പോൾ തന്നെ നീയും പറഞ്ഞില്ല ഇനി മുതൽ നിന്റെ വീട് അതാണെന്നുള്ളത്. അടുത്ത് കഴിഞ്ഞാൽ എന്ത് തലയ്ക്കുവാ? അല്ലെങ്കിൽ ആദ്യം കാഴ്ച വെച്ചാൽ കാണാൻ വരുമായിരുന്നു. ഇപ്പം എന്താ വരാത്തെ? നീ വരണ്ട അവിടെ വിളിക്കാൻ. നീ വിളിക്കാറുണ്ടോ ഫോണിലോട്ട്? ഇടും കുറെ സെൽഫി മെസ്സേജും സ്റ്റാറ്റസും സ്റ്റോറി. അല്ല ഇവനെ വിളിക്കാറുണ്ട്. എന്നാ കെട്ടിച്ചിട്ടപ്പോ അവൻ ഇവിടെ നിന്ന് ഞാൻ പോയ സമയത്തൊക്കെ ഇവന് ഭയങ്കര സങ്കടമായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് 24 എടുക്കുന്ന എൻ്റെ അടുത്ത് അടിയാണ് ഇവൻ. ഭക്ഷണം കഴിച്ചടി എന്തിലും ഇവൻ എന്നോട് അടിയായിരുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് പോയപ്പോ അവന് സങ്കടം. പോകാൻ നേരത്തെ അവന് കൊടുക്കത്തെ കരച്ചില്. അത് പോയിട്ട് അവൻ വിളിച്ചോണ്ടിരുന്നു. ഇപ്പൊ അവൻ എത്ര നാളായും ഇത്രയും വലിയ കൊച്ചായിട്ട് ഇവൻ എന്നെ കാണാൻ വരാറുണ്ട്. എന്നെ വിളിക്കാറുണ്ട് അവൻ. എനിക്ക് അവനല്ലേ കൂടെപ്പുറപ്പ്. ഒരു വരുന്ന സമയത്ത് അവൻ അളിയനോട് സ്നേഹം. എന്നോട് ഇന്നേരം ചോദിച്ചിട്ടുണ്ട് നീ നോക്കണത്. എന്നെ അങ്ങനെ നന്നായിട്ട് നോക്കണൊക്കെ തന്നെ ഉണ്ട്. പക്ഷെ വീട്ടിലും എല്ലാവരും പറയുമ്പോൾ ഭയങ്കര ഇതാണ്. എന്തോ കുറവ്. എനിക്കവിടെ സ്വർഗമായിട്ടൊന്നുമല്ല. പിന്നെ ജീവിതമാണ്. എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചേക്കണേ എന്താ അതല്ലേ ഞാനവിടെ ജീവിക്കണത്. ദുഷ്ടനൊന്നും അല്ല. പക്ഷെ എൻ്റെ വീട്ടിൽ വരുമ്പോൾ പറയണ കാര്യം പറയുമ്പോൾ മാത്രം ലോകത്തെങ്കുലത്ത് തിരക്ക്. നിങ്ങൾ ഒരു രക്ഷപ്പെട്ട നിങ്ങൾക്ക് വീട്ടിൽ പോകണമെന്നല്ലോ 3-4 ദിവസം മല മറിക്കണം. വെറുതെ പറഞ്ഞ ഒരു പണിയില്ല. ചുമ്മാ മഴയായിട്ട് വീട്ടിൽ കുത്തിയിരുന്നോണ്ട് ഇപ്പം ഇങ്ങോട്ട് എഴുന്നള്ളിയത്. ഭാരത്തുനിന്ന് ആകാശത്തുനിന്ന് പൊട്ടി വീഴാണ് ജോലി. ഞാൻ ഇവിടെ നിന്ന് വല്ല പറഞ്ഞ വഴക്കാവും. അച്ഛൻ്റെ ഉമ്മിക്കൊന്നും എനിക്ക് കഴിയിലാക്കാൻ പറ്റില്ല. വേണേ വന്നേ. നീ പോണേ പോയിക്കോ. ഞാൻ എന്തായാലും 4 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ. ആ നീ പോണേ പോയിക്കോ. പപ്പ പോണില്ലാന്ന്. ഇനിയിപ്പോ എന്താ പ്രശ്നം? അളി ഓക്കെ അല്ലേ? നിങ്ങൾ നിൽക്കും കുറെ. ഞാൻ കണ്ടതുണ്ട് കുറെ നിൽക്കും. എടി ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാ 4 ദിവസം കഴിഞ്ഞിട്ട് പോയാ മതി. വന്നിരിക്കാതെ സമാധാനായിട്ട്. ഉറപ്പ്. ഇനിയിപ്പോ നിനക്ക് മുദ്ര പദ്ധതി എഴുതി തരണോ? അയ്യോ നീയും ഇങ്ങനെയൊക്കെ തന്നെ എനിക്കും കെട്ടിക്കഴിഞ്ഞാൽ സകല അമ്മമാരും കെട്ടിക്കഴിഞ്ഞ് ഇതൊക്കെ തന്നെ പെണ്ണുമ്പിള്ളമാരെ വീട്ടിൽ നിൽക്കണവർ ഭയങ്കര ചൊറിച്ചിലാണ്. അതൊന്നും